ആദർശിനോട് പറയാണ്. ആദർശിടം പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പം ആദർശ് ആലോചിക്കാണ്, ഇവൾ അങ്ങനൊന്നും പറയുന്ന ടൈപ്പ് അല്ലല്ലോ, പിന്നെ ഇപ്പൊ എന്ത് പറ്റി, എന്തോ ഇവളുടെ മനസ്സിലൊരു കള്ളക്കളിയുണ്ട്. നയന പറയാണ്, എന്റെ മനസ്സിൽ യാതൊരുവിധ കള്ളക്കളികളും ഇല്ല. അങ്ങനെ രാവിലെ ആകുന്നുണ്ട് കേട്ടോ. രാവിലെ ആകുമ്പോൾ എല്ലാവരും കോഫിയൊക്കെ കുടിച്ച് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നയന മുത്തശ്ശന്റെ അടുക്കളയ്ക്ക് തന്നെ പോയിട്ട് തുടച്ചുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോഴേക്കും നവി ഓർക്കാണ്, ഇവളെന്തിനാ അവിടെ തന്നെ വട്ടം ചുറ്റി തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആദർശ് ഓർക്കുന്നുണ്ട്, കുറെ നേരമായാലും ഇവള് മുത്തശ്ശന്റെ അടുത്ത് നിന്ന് തുടച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനായിരിക്കും ഇവൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിക്കാൻ കേട്ടോ. നവ്യ പറയാണ്, നയന നീ കുറെ നേരമല്ലേ അവിടെ തുടക്കുന്നു, നീ വന്ന് എന്റെ അടുത്ത് തുടയ്ക്ക്. അപ്പോഴേക്കും നയന പറയാണ്, അതെ ചേച്ചി തന്നെ അങ്ങ് തുടച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ തുടച്ചുകൊണ്ട് നിൽക്കുന്നു. ശരിക്കും മുത്തശ്ശന്റെ ശ്രദ്ധ അവളിലേക്ക് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മുത്തശ്ശൻ ഇപ്പം ആദർശാലേക്കാണ്, ഇവളുടെ കയ്യിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ ഇവള് കുറേ നേരം കൊണ്ട് ഇവിടെ വന്നിങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശനോട് അവൾ ചോദിക്കുകയാണ്, മുത്തശ്ശ ഞാൻ കോഫി എടുക്കട്ടെ? വേണ്ട മോളെ, ഇപ്പൊ ഞാൻ കോഫി കുടിച്ചതല്ലേ ഉള്ളൂ, എങ്കിലും ഞാനൊരു കോഫി എടുക്കാം. എങ്കിൽ ശരി മോൾ ഒരു കോഫി എടുക്കുമെന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നയന പോയിട്ട് ഒരു കോഫിയായിട്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരികയാണ്. അവളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്നലെ മൂർത്തി പറഞ്ഞിരുന്നല്ലോ, ആരും അവളെ പോകാൻ തടുക്കണ്ട, അവളുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യം. അപ്പം എന്താ പോകാത്തെ, മോള് പോകുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവളുടെ ആഗ്രഹം പോലെ തന്നെ മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ മോളെ വീട്ടിലേക്ക് പോയില്ലേ എന്ന്. അപ്പം കിട്ടിയ അവസരം മുതലാക്കി നയന പറയണ, അത് മുത്തശ്ശ ഞാൻ പോകുന്നില്ല, ഇവിടെ ആർക്കും ഇഷ്ടമില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഞാനല്ലേ മോളോട് പറഞ്ഞത് പോവാൻ, പിന്നെ എന്തിനാ മോള് പോവാൻ നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴാണ് ആദർശം മനസ്സിലാലേക്കാണ്, അമ്പടി കള്ളി, അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ, എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് മുത്തശ്ശനെ ചാക്കിലാക്കിയതാണല്ലേ. എന്നിട്ട് നയന ഇങ്ങനെ ഇടങ്ങനോട് ചോദിക്കാണ്, ഞാൻ മുത്തശ്ശനോട് പറയട്ടെ എന്ന്. അപ്പം ആദർശന് തല കുലുക്കി കാണിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്, അതിനെന്താ നയന, മുത്തശ്ശൻ ഇന്നലെ പറഞ്ഞല്ലേ, നീ ധൈര്യമായിട്ട് പോ എന്ന് ആദർശ് പറഞ്ഞ് പെട്ടെന്ന് തടുതപ്പാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാൽ ശരി മുത്തശ്ശ ഞാൻ പോയിട്ട് ഒരുങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് നയന വേഗം മുറിയിലേക്ക് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അനിയുടെ കവിതയെക്കുറിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുന്നതാണ് കേട്ടോ. ഇവന് നല്ലൊരു കലാവാസനയുണ്ട്, അത് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ഇവന് നല്ല ശുഷ്കാന്തിയുണ്ട്, അതുകൊണ്ട് ആദർശ് പറയുന്നത് ഇവനെ 3-4 ബ്രാഞ്ചെങ്കിലും ഏൽപ്പിക്കണമെന്നാണ്, അത്രയ്ക്കും കഴിവുണ്ട്. അങ്ങനെ അനി പറയാണ്, ഞാനെന്തായാലും കുറെ കവിതകൾ കൂടി എഴുതുന്നുണ്ട് മുത്തശ്ശ. മുത്തശ്ശൻ പറയണം, ഇപ്പൊ തന്നെ നീ കാണുന്നുണ്ടല്ലോ ആദർശിന്റെ നയനയുടെയും പ്രണയ ജോഡികള്, അവരെ കുറിച്ച് കുറച്ച് കവിതകളൊക്കെ നീ എഴുതണം, നിന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് മുത്തശ്ശ, അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാരെയും എനിക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് നവ്യനെ ഇങ്ങനെ ഇടങ്ങാനിട്ട് നോക്കാൻ കേട്ടോ അനി. അപ്പോഴേക്കും നവ്യക്ക് അത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ ഇങ്ങനെ കലിപ്പിച്ച് നോക്കുകയാണ്, കാരണം ഇവരുടെ കവിത എഴുതണമെന്ന് മുത്തശ്ശൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ. അങ്ങനെ റൂമിലേക്ക് ചെന്നതിന് ശേഷം നയനയോട് ചോദിക്കുകയാണ്, നീ അപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടി വീർപ്പ് മുട്ടി നിൽക്കുകയായിരുന്നല്ലേ? നയന പറയണ, അതെ ഞാൻ വീർപ്പ് മുട്ടി നിൽക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നയന പറയാണ്, രാത്രി വന്ന് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു, ഭർത്താവിന്റെ വാക്ക് അനുസരിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നില്ല എന്ന്. അതുപോലെ തന്നെ ഏറ്റവും വലിയ വാക്കാണ് മുത്തശ്ശന്റെ, അതനുസരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എങ്ങനെയാണ് എന്റെ ഡ്രാമ? അപ്പൊ ആദർശ് പറയണ, കൊള്ളാം കലക്കി, എല്ലാവരും എന്റെ മുമ്പിലേക്ക് അഭിനയിച്ചിട്ട് നീ മുത്തശ്ശന്റെ മുമ്പിൽ മുത്തശ്ശനെ കറക്കിയെടുത്തല്ലേ, അതാണ് നിന്റെ ഇതെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ ആദർശ് നയനോട് പറയാണ്. എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്, ഓർഡർ ക്യാൻസൽ ആയില്ലേ? അപ്പൊ നയന പറയണ, എനിക്കറിയാം നിങ്ങളുടെ അമ്മയായിരിക്കും വിളിച്ച് ഓർഡർ ക്യാൻസൽ ആക്കിച്ചത്. അപ്പോഴേക്കും ആദർശ് പറയുന്നു, നിന്റെ മനസ്സിൽ ആ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടും അമ്മേനെ നീ തെറ്റിദ്ധരിക്കുന്നുണ്ടും ഞാൻ പറയാം, നീ അമ്മേനെ തെറ്റിദ്ധരിക്കരുത്, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിന്റെ ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്ത് ഞാൻ തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നയന ഇങ്ങനെ ഒരു വിഷമഭാവത്തില് ആദർശിനെ ഞെട്ടലോടുകൂടി നോക്കുന്നുണ്ട്. ആദർശിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും അങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് നയന കരുതിയതല്ല. അയാൾ പറഞ്ഞെങ്കിൽ പോലും ആദർശാണ് അത് ചെയ്തെന്നുള്ള കാര്യം നയന വിശ്വസിച്ചിരുന്നില്ല കേട്ടോ. ഇത് ആദർശ് പറയുമ്പോൾ നയന വല്ലാണ്ടങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയണം, ഇനി നിനക്ക് പോകണം? അതെ എനിക്ക് പോകണം, മുത്തശ്ശൻ പറഞ്ഞല്ലോ പൊയ്ക്കൊള്ളാൻ, അതുകൊണ്ട് ഞാൻ പോവുക, നിങ്ങൾ ഓർഡർ ക്യാൻസൽ ആക്കിയാലും ശരി ഞാൻ ഇവിടുന്ന് പോകും. അപ്പോഴേക്കും ആദർശ് പറയണം, എങ്കിലും പൊയ്ക്കോ എന്നും പറഞ്ഞിട്ട് നയനോട് പറയുമ്പോൾ നയന സാരിയൊക്കെ ആയിട്ട് കുളിക്കാൻ അവൾ ബാത്റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ആദർശ് ഓർക്കാണ്, എന്തെങ്കിലും ഒരു പ്ലാനിങ് ഒപ്പിക്കണം, അവൾക്ക് എളിച്ച് നടക്കാൻ പറ്റുമെങ്കിലല്ലേ അവൾ ഇവിടുന്ന് പോവുള്ളൂ എന്ന് ആദർശ് മനസ്സിൽ കരുതാണ്. അങ്ങനെ നയന കുളിക്കാനായിട്ട് പോയതിനു ശേഷം ബാത്റൂമിന്റെ വാതിക്കലായിട്ട് ആദർശ് എണ്ണ ഒഴിച്ചിടുകയാണ് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടിട്ട് ആദർശ് മനസ്സിൽ പറയണ, ഈശ്വര വേറൊന്നും സംഭവിക്കരുത്, അവൾക്ക് ഇന്ന് നടന്നു പോകാൻ പറ്റരുത്, അവളുടെ കാലിന് ചെറുതായിട്ടൊരു അപകടം പറ്റണം, അത്രേ ഉള്ളൂ, അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കണം, ഇന്നവൾ പോകാൻ പാടില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആദർശ് തറയിൽ ആകെപ്പാടെ എണ്ണ ഒഴിച്ചിടുകയാണ് കേട്ടോ. അങ്ങനെ നയന കുളിച്ചിട്ട് വരുന്നു. സമയത്ത് തറയിൽ എണ്ണ കിടക്കുന്നത് കാണാതെ നയന അതിൽ കാല് ചവിട്ടി വഴുക്കി
അടിച്ചു തെറ്റി വീഴുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് ആദർശ് അവിടെ പതിയെ ഒളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നയന വീഴുന്നത് ആദർശ് അവിടെ ദൂരെ നിന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആദർശ് അവിടെ കുറച്ച് മാറി നിന്നിട്ട് നയന ഇങ്ങനെ വീഴുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾ ആപത്തൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞാലും ഇത് ചെയ്തത് വല്ലാത്തൊരു ചതി തന്നെ ആയിപ്പോയി. അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് ഒപ്പിച്ച പണിയാങ്ങനെ കേട്ടോ. എന്തായാലും വല്ലാത്തൊരു ചെയ്തു തന്നെ ആയിപ്പോയി. അങ്ങനെ ആദർശ് അവിടെ മറഞ്ഞു നിന്നിട്ട് ഇങ്ങനെ നയനെ നോക്കുന്നതാണ്. നയനെ വീഴുന്നൊക്കെ. അങ്ങനെ നയനെ ഓടി വന്ന് ആദർശ് പിടിച്ചെഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യട്ടോ. തമിഴില് എന്തായാലും ഇങ്ങനെയല്ല സംഭവിക്കുക. ഈ എണ്ണ കാണുമ്പോൾ തന്നെ അവളൊന്ന് ഇതാവുന്നു, ഒന്ന് പ്ലാനിങ് ആയിട്ട് പതിയെ അതിൽ ചവിട്ടാതെ മാറി വരികയാണ്. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ആദർശിനടുത്ത് വന്നിട്ട് നയന ചോദിക്കുകയാണ്, എന്താ എണ്ണയിൽ തെറ്റി വീഴുന്നത് നോക്കി നിൽക്കാണോ? എണ്ണയോ? എവിടെ എണ്ണ? ആരോട് കൊണ്ട് എണ്ണ ഒഴിച്ചേ എന്നൊക്കെ ആദർശ് ചോദിക്കും. ഈ സമയത്ത് നയന ആ റൂമിൽ തന്നെ ഉള്ള ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ രാവിലെ ഓണാക്കി വെച്ചതാ. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നു എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോണിൽ എല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശ് എണ്ണയെടുത്ത് ഒഴിക്കുന്നതൊക്കെ നയന ആ ഫോണിൽ വീഡിയോ ആയിട്ട് കാണിക്കാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ ആദർശിന്റെ കിളി പോയി നിൽക്കാണ് കേട്ടോ. ആദർശ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ്. നയന പറയാണ്, എങ്കിൽ ഈ ചെയ്യുന്നത് കുറച്ച് കടുത്തു പോയില്ലേ? കാരണം നിങ്ങൾ ഇതുപോലെയുള്ളൊരു മൂർത്തി ജ്വല്ലറിയുടെ ഉടമയല്ലേ, ഒരു CEO അല്ലേ, എന്നിട്ട് നിങ്ങൾ ഇമ്മാതിരി പണി കാണിക്കുന്നത് ശരിയാണോ എന്ന് നയന ചോദിക്കുകയാണ്. അപ്പൊ ആദർശ്, അത് പിന്നെ നീ ഇന്ന് പോകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ നയന പറയാണ്, ഞാൻ എന്തായാലും ഇത് മുത്തശ്ശനെ കാണിക്കാൻ പോവാ. ഒരാളെ തള്ളിയിട്ട് നിങ്ങളുടെ കൊച്ചുമൻ കൊല്ലാൻ നോക്കിയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വില എത്രയാണെന്ന് ഈ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും എന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് തമിഴിൽ സംഭവിച്ചത്. അപ്പൊ നയനോട് വീണതുകൊണ്ട് തന്നെ വീണിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് ആദർശമായിട്ടുള്ള റൊമാൻറ്റിക്കിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവം വീഡിയോ എന്തായാലും നയന എടുക്കും. നയന അത് കാണിച്ച് ഭീഷണിപ്പെടുത്താണ് കേട്ടോ ചെയ്യുന്നത്. ബാത്റൂമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നയന ആ ഒരു മൊബൈൽ എടുത്ത് ക്യാമറ ഓണാക്കി വെച്ചിരുന്നു. ഇന്നും ആദർശ് അറിയാതെ ആദർശ് അവിടെ കിടന്നൊരു എണ്ണ എടുത്തിട്ട് ഒഴിക്കാൻ പോകുമ്പോൾ ആദർശ് മനസ്സിലാക്കുന്നതാണ്, ഞാനൊരു കമ്പനിയുടെ ചെയർമാൻ ഇല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? എങ്കിലും സാരില്ല, ഇത് ചീപ്പ് കളിയാണെങ്കിൽ പോലും അവളിന്ന് വീട്ടിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടാണ് ആദർശ് ഇമാതിരി ഒരു പണി കാണിക്കുന്നത് കേട്ടോ. എന്നാൽ ഇത് നയന കൃത്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തമിഴിൽ നയന വീഴുന്നില്ല, മലയാളത്തിൽ വീഴുന്നുണ്ട്. എന്തായാലും ആദർശ് നെണിപ്പിച്ച് പൊക്കുകയും നയനെ ഒന്ന് റൊമാൻസായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇത് മുത്തശ്ശനെ കാണിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയിട്ട് നയന ആദർശിനെ കൂട്ടിക്കൊണ്ടുവരാണ് കേട്ടോ അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ദേവേനെ ഇതിന് സമ്മതിപ്പിക്കാത്തപ്പം ആദർശിന് വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട് നയനയുടെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി, അതായത് ഈ ആദർശിനെയും കൂട്ടി നയന അവളുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഏകദേശം ഉച്ചയുമ്പോഴേക്കും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി ആദ്യ നയനത്തിന്റെ റിവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രോമോ റിവ്യൂയും അപ്കമിംഗ് ആയിട്ട്, അതായത് വരാൻ പോകുന്ന എപ്പിസോഡ്സിന്റെ റിവ്യൂസും ഒക്കെ നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.